ഹായ് ഫ്രണ്ട്സ്, ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് മുഴുവനായി നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കമ്പിത്തിരി തീർന്ന ബോക്സുകളാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു ബോക്സ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഒരു ബോക്സിൽ നിന്നും 2 പീസുകളാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. വളരെ സിമ്പിൾ ആയി ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വർക്കാണ്. അപ്പൊ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് തന്നെ വേണം എന്നൊന്നുമില്ല. കുറച്ച് കട്ടിയുള്ള ഏതൊരു പേപ്പർ കൊണ്ട് നമുക്കിത് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ ഇതുപോലെ 2 പീസുകളാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് മടക്കി കൊടുത്ത് ഇലയുടെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മളത് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഇലയുടെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പാഴ്വസ്തുക്കളെല്ലാം വെച്ച് പലതരത്തിലുള്ള ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. ഇനി നമുക്ക് ഇലകളിലേക്ക് തണ്ടുകൾ ഒട്ടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ന്യൂസ് പേപ്പറിന്റെ 2 പീസുകൾ കട്ട് ചെയ്തെടുത്തു. ഇത് നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം. ന്യൂസ് പേപ്പറിന്റെ 2 പീസുകളും റോൾ ചെയ്തെടുത്തതിന് ശേഷം നമുക്കത് ഇലകളിലേക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. 2 പീസുകളും നമ്മൾ ഇതുപോലെ റോൾ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇലകളുടെ ഈ ഒരു ഭാഗത്തായിട്ട് അത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ കമ്പിത്തിരി തീർന്ന വേസ്റ്റ് ബോക്സുകൾ വെച്ച് ഇതുപോലെ കുറേ ഇലകൾ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. നമ്മളിപ്പോ ഇവിടെ 2 ഇലകളെ കാണിക്കുന്നുള്ളൂ. ഇതുപോലെ ഇലകളിലേക്ക് നമ്മൾ തണ്ടുകളൊക്കെ ഒട്ടിച്ചെടുത്തു. ഇനി നമ്മളിവിടെ എടുത്തിട്ടുള്ളത് കത്തിത്തീർന്ന കമ്പിത്തിരിയുടെ കമ്പികളാണ്. ഇത് നമ്മൾ ആ തണ്ടിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ഇലകളുടെ തണ്ടിലും നമ്മൾ കമ്പികളൊക്കെ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിനൊന്ന് പെയിന്റ് ചെയ്തെടുക്കണം. ആദ്യം നമ്മൾ ഈ ഒരു ഇലയിൽ മുഴുവനായും ഗ്രീൻ കളർ പെയിന്റ് ഒന്ന് കൊടുത്തെടുക്കുകയാണ്. പാഴ്വസ്തുക്കളെല്ലാം വെച്ച് പലതരത്തിലുള്ള ഒരുപാട് ആർട്ടിഫിഷ്യൽ പ്ലാന്റുകളെല്ലാം നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കണേ. ഇനി നമ്മൾ ഇലയുടെ അടിയിലും പെയിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിന്റെ തണ്ടിൽ പെയിന്റ് ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളായി വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമ്മൾ ഇലയിൽ യെല്ലോ കളർ പെയിന്റ് ഇതുപോലെ ഒന്ന് കൊടുത്തെടുക്കുകയാണ്. അപ്പൊ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന മറ്റ് കമ്പിത്തിരിയുടെ ബോക്സുകളെല്ലാം വെച്ച് പല വലിപ്പങ്ങളിലുള്ള ഇലകൾ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കണം. ഇലയുടെ നടുക്കായിട്ട് നമുക്ക് ഇതുപോലെ പെയിന്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇലയുടെ അരികിലൂടെ ഇതുപോലെ പെയിന്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന 2 ഇലകളിലും ഇതുപോലെ നമ്മൾ പെയിന്റ് എല്ലാം കൊടുത്തെടുത്തു. അപ്പൊ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന വേസ്റ്റ് ബോക്സുകളെല്ലാം വെച്ച് ഇത്ര ഇലകൾ നമ്മൾ ചെയ്തെടുത്തു. ചെറിയ ഇലകളും വലിയ ഇലകളും എല്ലാം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഇവിടെ ഈ ഒരു കാർഡ്ബോർഡ് ബോക്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിനകത്തേക്ക് നമ്മൾ ഈ ഒരു തെർമോക്കോളിന്റെ പീസ് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കാർഡ്ബോർഡ് ബോക്സിന്റെ ഈ ഭാഗത്തെല്ലാം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതെല്ലാം ഒട്ടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ കാർഡ്ബോർഡ് ബോക്സിനൊന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വൈറ്റ് കളർ പെയിന്റും ഗ്രീൻ കളർ പെയിന്റുമാണ് എടുത്തിട്ടുള്ളത്. കാർഡ്ബോർഡ് ബോക്സിന്റെ 4 സൈഡിലും ഇതുപോലെ നമ്മൾ വൈറ്റ് കളർ പെയിന്റ് ആണ് കൊടുത്തെടുക്കുന്നത്. ഇതിന്റെ താഴെ നമ്മൾ പെയിന്റ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്ക് കാർഡ്ബോർഡ് ബോക്സിന്റെ മുകൾ ഭാഗത്ത് ഗ്രീൻ കളർ പെയിന്റ് കൊടുത്തെടുക്കാം. അപ്പൊ ഞാൻ വീണ്ടും പറയാണ്, നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഇലകളെല്ലാം നമുക്ക് ഇതിലേക്കാണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പൊ അതിന് മുൻപായിട്ട് നമ്മൾ ഓരോ ഇലകളും ഇതുപോലെ ചെറുതായിട്ടൊന്ന് വളച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാ ഇലകളും നമ്മൾ ഇതുപോലെ വളച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇലകൾ ബോക്സിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ ആയിട്ട് നമ്മളൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളതിൽ ചെറിയ ഇലകൾ നോക്കിയിട്ടാണ് നമ്മൾ ആദ്യം അതിലേക്ക് വെച്ച് കൊടുക്കേണ്ടത്. ഇതുപോലെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ഇലകളും നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പൊ നമ്മൾ എല്ലാ ഇലകളും അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കാർഡ്ബോർഡ് ബോക്സിൽ വൈറ്റ് കളർ പെയിന്റ് കൊടുത്തെടുത്ത ഭാഗത്ത് ഈ ഒരു ലേസും കൂടെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് നമ്മൾ അത് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ ക്രാഫ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് കാണാനായിട്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ.
ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറന്നു പോവരുതേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.